ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ട്രിഗണോമെട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഗ്രാഫിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഗ്രാഫിൽ നമുക്ക് ക്വാഡ്രൻറ്റിനെ കുറിച്ച് അറിയായിരിക്കും. അപ്പോൾ ഇതിലേതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് അതിന് ആദ്യം മുന്നേ നമ്മൾ ഇതിൽ ആംഗിൾസ് മാർക്ക് ചെയ്യണം അല്ലേ? ആംഗിൾസ് ഇവിടെ ഏത് ആംഗിളാണ് വരിക? ഇവിടെ 0 ആണ് വരിക. 0 അല്ലെങ്കിൽ ഇനി അടുത്തത് നമുക്ക് പിന്നെ പറയാം. 0 വരും. പിന്നെ ഇവിടെ എത്രയാ? 90 ഡിഗ്രി വരും. അതായത് π/2 അല്ലേ? π/2. ഇനി ഇവിടെ എത്ര വരിക? 180 വരും. 180 ഡിഗ്രി. അതിന് എത്ര പറയാ? π. 0 π/2 π. ഇനി ഇവിടെ എത്ര വരിക? ഇവിടെ 270 വരും. 90 ആഡ് ചെയ്ത് വരികയല്ലേ? 90 ഇവിടെ ആഡ് ചെയ്തു, പിന്നെ 90, പിന്നെ 90. അപ്പോൾ 90 ആണെങ്കിൽ 270 വരും. 270 എന്ന് പറയുന്നത് എത്രയാണ്? 3π/2 ആണ്. 3π/2. ഇനി പിന്നെ ഇതിൻ്റെ ഒപ്പം 90 ആഡ് ചെയ്താൽ എത്ര വരും? 360 വരും. 360ക്ക് എന്താണ്? 2π എന്നാണ് പറയുക. അപ്പോൾ 0ക്കും 2πക്കും ഈ ലൈൻ എന്ന് പറയുന്നത് 0 2π. പിന്നെ ഈ ആംഗിൾ ഇതുവരെയുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അതായത് π/2 π 3π/2 2π. പിന്നെ അടുത്തത് ഏതാണ്? 5π/2. പിന്നെ ഇതായിട്ട് വരും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ ഇതാ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇപ്പോൾ ക്വാഡ്രൻറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഇനി ഈ ക്വാഡ്രൻറ്റ്സിൽ എല്ലാ ക്വാഡ്രൻറ്റ്സിലും എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെയും വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെയും വാല്യൂ പോസിറ്റീവാണ്. ഓൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെയും പോസിറ്റീവാണ്. അതായത് സൈൻ എക്സ് എടുത്താലും കോസ് എക്സ് എടുത്താലും കൊസീക്ക് എക്സ് എടുത്താലും പിന്നെ ഏതാ കോട്ട് ടാന് സീക്ക് ഏത് ഫംഗ്ഷൻ എടുത്താലും അതിൻ്റെ എല്ലാം വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്താ വരിക? പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരിക മീൻസ് 0ൻ്റെയും 90യുടെയും ഉള്ളിലുള്ള ആംഗിൾ വരികയാണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്താണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കിൻ്റെയും മാത്രമേ സൈനിൻ്റെ 1/sin x ആണ് കൊസീക്ക് എക്സ് അല്ലേ? അപ്പോൾ സൈനിൻ്റെയും കൊസീക്ക് എക്സിൻ്റെ വാല്യൂസിന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സൈനും കൊസീക്ക് എക്സും മാത്രമാണ് പോസിറ്റീവ് ഉള്ളത്. ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂസ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവാണ്. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും ടാനിൻ്റെയും കോട്ടിൻ്റെയും വാല്യൂസാണ് പോസിറ്റീവ്. ബാക്കി എല്ലാതും നെഗറ്റീവാണ്. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസിൻ്റെയും സീക്കിൻ്റെയും വാല്യൂസിനാണ് പോസിറ്റീവ്. ബാക്കി സൈനും ടാനും കോട്ടും കൊസീക്കും ഒക്കെ എന്താണ്? നെഗറ്റീവാണ്. കോസിൻ്റെയും സീക്കിൻ്റെയും വാല്യൂസ് മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ. അപ്പോൾ ഇത് പഠിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്, അങ്ങനെ ഓർഡറിൽ തന്നെ പഠിക്കണം. ഓൾ അല്ലേ? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓളാണ്. അതിനർത്ഥം എല്ലാവരും പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും അതിൻ്റെ 1/sin x മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ. അപ്പോൾ സ്റ്റുഡൻസിൽ എന്തുണ്ട്? എസ്. അപ്പോൾ സൈനും കൊസീക്ക് എക്സും മാത്രം. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ ഏതാണ്? ടാനും കോട്ടും, അത് ടി ഇവിടെ ഉണ്ട്. പിന്നെ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഏതാണ്? കോസും സീക്കും. അപ്പോൾ സി ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ആൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ, സെക്കൻഡ്, അങ്ങനെ എല്ലാ ക്വാഡ്രൻറ്റിലും ആരൊക്കെ ആണ് പോസിറ്റീവ് എന്ന് കിട്ടും. ഇനി ഇതല്ലാതെ ഇത് ഓർമ്മ കിട്ടില്ലെങ്കിൽ വേറൊരു ട്രിക്ക് കൂടെ ഉണ്ട്. ആൾ സ്റ്റുഡൻസ് തല്ലുകൊള്ളികൾ. അപ്പം ഈ വേർഡിങ് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും അല്ലേ? ആൾ സ്റ്റുഡൻസ് തല്ലുകൊള്ളികൾ. അപ്പം എന്താ? ആൾ എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാവരും പോസിറ്റീവ്, സ്റ്റുഡൻസിൽ എസ് വന്നു, സൈനും കൊസീക്കും മാത്രം. തല്ലിൽ എന്താണ് ടി വന്നു അല്ലേ. അപ്പോൾ ടി വരുമ്പോൾ എന്താ ടാനും കോട്ടും മാത്രം. കൊള്ളികൾ അതിൽ കെ യൂസ് ചെയ്യാൻ നമുക്ക് സിയും യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ സി യൂസ് ചെയ്യുമ്പോൾ എന്താ കോസും സീക്കും. ഇവിടെ കോട്ട് വരുന്ന കൺഫ്യൂഷൻ ആവരുത്. ടാൻ ഇവിടെയൊക്കെ നമ്മൾ എന്താ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈനും കോസും ടാനും വെച്ചിട്ടുള്ള ഒരു വേർഡിങ്സാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ സൈനാണ് അല്ലാതെ സീക്കല്ല. അതുപോലെ ഇവിടെ ടാനാണ്, ഇവിടെ കോസാണ് അല്ലാതെ കോട്ടല്ല. അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു.